ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്രാഫ്റ്റ് തന്നെയാണ്, പക്ഷേ ഒരു സ്കൂൾ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ. എൻ്റെ സ്കൂളിൽ നിന്ന് ചെയ്യാൻ പറഞ്ഞതാണ്. അപ്പം ഞാൻ വിചാരിച്ചു അത് ചെയ്യുന്നത് നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഇലമെൻറ്റ് ക്ലോക്കാണ്. അതായത് നമ്മുടെ കെമിസ്ട്രിയിലുള്ള എലമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു, ഹൈഡ്രജൻ, ഓക്സിജൻ, അതൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ആറ്റമിക് നമ്പറിൻ്റെ എണ്ണത്തിൽ ഈ ഒരു എലമെൻറ്റ്സിൻ്റെ ഒക്കെ നെയിംസ് കുട്ടികൾക്ക് പഠിക്കാനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്ലോക്കാണിത്. അപ്പോൾ ഒരു ക്രാഫ്റ്റ്. അപ്പോൾ എന്തായാലും നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കോമ്പസ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോമ്പസ് ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു റൗണ്ടിലുള്ള സംഭവം, പ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് റൗണ്ടിലൊന്ന് വരച്ചാൽ മതി. വരച്ചതിന് ശേഷം അത് സിസേഴ്സ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇത് ഞാനത് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ വണ്ണത്തിൽ തന്നെ ഒരു A4 പേപ്പറും കൂടെ കട്ട് ചെയ്തെടുക്കാനുണ്ട്, ഈ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സർക്കിൾ മൊത്തമായിട്ടും എനിക്ക് ഒരു A4 പേപ്പറിൽ വരയ്ക്കാൻ പറ്റുന്നില്ല. അത് കുറച്ച് വലിയ സർക്കിളാണല്ലോ. അപ്പോൾ ആ വരയ്ക്കാൻ പറ്റുന്നത് വരെ ഞാൻ റൗണ്ടിൽ വരച്ചു. ബാക്കിയുള്ളത് സൈഡിൽ ചെറിയൊരു പീസാക്കി വരച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഇപ്പോൾ A4 പേപ്പർ പറ്റാത്തവർ ചാർട്ട് പേപ്പർ വെച്ച് വരച്ചാലും മതി. ഇങ്ങനെ കട്ട് ചെയ്യുന്നതിന് പകരം A4 പേപ്പറിൽ എന്തായാലും ഫുള്ളായിട്ട് കിട്ടില്ല, പിന്നെ നമ്മുടെ സർക്കിൾ ചെറുതാണെങ്കിൽ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇത് ഈ ഒരു കാർഡ്ബോർഡിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉള്ള പശ വെച്ച്, ഏത് പശയിലും കുഴപ്പമില്ല, ആ ഒരു പശ വെച്ചിട്ട് ഈ ഒരു A4 പേപ്പർ നമുക്ക് ആ ഒരു കാർഡ്ബോർഡിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഞാനൊരു പേപ്പറും ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലെയറും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഒറ്റൊരു ബോണ്ട് പേപ്പർ മാത്രം ഒട്ടിച്ചപ്പം അതിൻ്റെ അടിയിൽ ആ ഒരു പശൻ്റെ കലയും അതൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു ബോണ്ട് പേപ്പറും കൂടെ അതിൻ്റെ മുകളിൽ ഇതേപോലെ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളും അതേപോലെ ഒട്ടിക്കുക. ചാർട്ട് പേപ്പർ ആകുമ്പം അങ്ങനെ വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. എന്തായാലും അങ്ങനെ ചെയ്യുക. അതിനുശേഷം ഞാനത് ഈ ഒരു സൈഡിലുള്ള ആ ഒരു എക്സ്ട്രാ നിൽക്കുന്ന പീസുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്പേഴ്സൊക്കെ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഞാൻ നമ്പേഴ്സല്ല, ഈ ഒരു എലമെൻസിൻ്റെയൊക്കെ പേര്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു സെൻറ്ററിൽ വെച്ചിട്ട് കോമ്പസ് കൊണ്ട് ഒന്ന് റൗണ്ട് ഷേപ്പിൽ വരയ്ക്കുന്നുണ്ട് നടുവിൽ. എവിടെയൊക്കെയാണ് നമ്പേഴ്സ് എഴുതേണ്ടതെന്നുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പ് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെ വരച്ചതാണ്. ലൈറ്റായിട്ട് വരച്ചാൽ മതി. ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. ഈ ഒരു റൗണ്ടിൻ്റെ മേലെയാണ് നമ്മൾ നമ്പേഴ്സും ആ ഒരു എലമെൻറ്റ്സിനൊക്കെ പേര് എഴുതേണ്ടത്. അപ്പോൾ അതിന് നമുക്കിതിനെ 12 ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ പ്രൊട്രാക്ടർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വെച്ചിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. 30 ഡിഗ്രിയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, 120 ഡിഗ്രി, 150 ഡിഗ്രി, അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് അതിന് കൃത്യം 12 പീസസ് ആയിട്ട് ആദ്യം ഒരു ഹാഫാണ് നമുക്ക് കിട്ടുക. പിന്നെ അത് ആ ഒരു പ്രൊട്രാക്ടർ ഇതേപോലെ ഒന്ന് തിരിച്ച് പിടിച്ചിട്ട് അതേപോലെ വീണ്ടും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ ആ ഒരു 12 ആയിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗങ്ങൾ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ വരച്ച ആ ഒരു സർക്കിൾ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സർക്കിളിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉള്ളിൽ ഫസ്റ്റ് പ്രൊട്രാക്ടർ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്ക് മായ്ച്ച് കളയാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്പേഴ്സാണ് എഴുതേണ്ടത്. നമ്പേഴ്സ് അല്ല, നമ്പേഴ്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എലമെൻറ്റ്സിൻ്റെ പേരാണ് എഴുതുക. അപ്പോൾ ഫസ്റ്റ് 1ൻ്റെ സ്ഥാനത്ത് നമ്മൾ ഹൈഡ്രജൻ്റെ ആ ഒരു സിമ്പൽ ഉണ്ടല്ലോ, H. അതുപോലെ 2ൻ്റെ അടുത്ത് HE, ഹീലിയം. പിന്നെ 3ൻ്റെ അടുത്ത് ലിഥിയം, Li എഴുതും. അങ്ങനെ നമ്മൾ ആ ഒരു 12 നമ്പേഴ്സിൻ്റെയും സ്ഥാനത്ത് നമ്മൾ അതിൻ്റെ ആറ്റമിക് നമ്പർ വരുന്ന ആ ഒരു എലമെൻറ്റ് എഴുതുക. അപ്പം നിങ്ങൾക്ക് പീരിയോഡിക് ടേബിളൊക്കെ ഗൂഗിളിലൊക്കെ അടിച്ച് നോക്കിയാലൊക്കെ കിട്ടും. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഞാനിപ്പോൾ എഴുതി കഴിഞ്ഞത് നിങ്ങൾക്ക് നോക്കിയിട്ടും എഴുതാം.
അപ്പോൾ നമ്മൾ എലമെൻറ്റ്സ് ഒക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതിനെ സ്കെച്ച് വെച്ചിട്ട് ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് സ്കെച്ചാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഇത് വൈറ്റ് ആയതുകൊണ്ട് ബ്ലാക്ക് എടുത്തുന്നേ ഉള്ളൂ. ക്ലോക്കിൻ്റെ ആ ഒരു ലുക്കിലധികം ബ്ലാക്ക് നമ്പേഴ്സ് ആണല്ലോ ഉണ്ടാവാറ്, അതുകൊണ്ട് ബ്ലാക്ക് എടുത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ എടുക്കാം. അപ്പോൾ നമ്മൾ പെൻസിൽ വെച്ച് എഴുതിയതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ വലുപ്പത്തിൽ എഴുതി കൊടുക്കുക. നമ്പേഴ്സ് പോലെ കാണാൻ തോന്നണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വലുതാക്കിയിട്ട് തന്നെ എഴുതി കൊടുത്തോളൂ. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് സ്കെച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ എഴുതി കൊടുക്കാം. അപ്പം നമ്മളെല്ലാം സ്കെച്ച് വെച്ച് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ആ ഒരു ക്ലോക്കിൻ്റെ മേലുണ്ടാകുന്ന സൂചി ഉണ്ടല്ലോ, ആ ഒരു സൂചികളൊക്കെ ഉണ്ടാക്കി ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു ബ്ലാക്ക് പേപ്പർ, കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കി എടുക്കുക. ആ ഇത്ര ഒരു വലുപ്പത്തിലുള്ള ഒരു പേപ്പർ മതി. ഇത്രയും നീളമൊന്നും വേണമെന്നില്ല കേട്ടോ. കുറേ പേപ്പർ വേസ്റ്റ് ആയിപ്പോയിട്ടുണ്ടായിരുന്നു കട്ടൊക്കെ ചെയ്തപ്പോൾ. അപ്പോൾ ഇത്രയും വലുപ്പമൊന്നും വേണ്ട. ഇതിൻ്റെ ഒരു പകുതി അല്ലെങ്കിൽ ഒരു 1/4 ഭാഗം വലുപ്പമൊക്കെ മതിയാവും ഞാനിപ്പോൾ എടുത്തതിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തൊന്നും എനിക്ക് അറിയില്ല. ഞാനിങ്ങനെ പേപ്പറിൽ നിന്ന് ജസ്റ്റ് ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതാണല്ലോ. അപ്പോൾ ഇതേപോലെ ഒരു പീസ് എടുത്തിട്ട് അതിനെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ അറ്റം ഫെവിക്കോൾ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്കതിനെ ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പം നമ്മൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും മാത്രമാട്ടോ ഉണ്ടാക്കുന്നത്, സെക്കൻഡ് സൂചി ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അതിന് 2 പീസുകൾ മതിയാവുമല്ലോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു പേപ്പറിന് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഒരു പീസ് കുറച്ച് നീളത്തിലും മറ്റേത് കുറച്ച് ചെറുത്, അതിനേക്കാളും ചെറുതുമായിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ആ ഒരു മടക്കിലൂടെ കത്രിക വെച്ചിട്ട് 2 പീസാക്കിയിട്ട് ഈ ഒരു പേപ്പറിനെ കട്ട് ചെയ്തെടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ഒരു അറ്റത്ത് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. സൂചികളിലൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റുമല്ലോ, ഇങ്ങനെ ഒരു സൈഡ് കൂർത്തിട്ടാണ് ഇരിക്കുക. അപ്പോൾ അതേപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സൈഡ് മാത്രം ഇതേപോലെ ഒന്ന് കൂർപ്പിച്ച് കൊടുക്കുക. അതേപോലെ തന്നെ മറ്റേ പീസിലും ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ നീളമൊക്കെ ഒന്ന് കുറക്കണം. കാരണം ക്ലോക്കിൻ്റെ ആ ഒരു നമ്പേഴ്സ് ഒക്കെ കാണുന്ന രീതിയിൽ വേണമല്ലോ നമുക്ക് ആ ഒരു സൂചി ഉണ്ടാവാൻ. അപ്പോൾ ആ ഒരു വലുപ്പത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ നീളമൊക്കെ കുറക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു സർക്കിൾ വരച്ചപ്പോൾ അതിൻ്റെ ആ ഒരു കോമ്പസ് ഇങ്ങനെ കുത്തി നിർത്തിയ ഭാഗത്തൊരു ഹോള് വന്നിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ സെൻറ്ററാക്കി എടുക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് വേണ്ട നീളത്തിൻ്റെ അവിടെ എത്തുമ്പം ഒന്ന് മടക്കി കൊടുത്താൽ മതി പേപ്പർ. അപ്പോൾ മണിക്കൂർ സൂചി കുറച്ച് നീളത്തിലും മിനിറ്റ് സൂചി അതിനേക്കാളും കുറച്ച് ചെറുതായിട്ടും ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെയാണ് കേട്ടോ വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്ന രീതിയിലല്ല ആക്കുന്നത്. മൂവ് ചെയ്യുന്ന പോലെ ആക്കണമെങ്കിൽ മുട്ട സൂചിയോ അങ്ങനെ എന്തെങ്കിലും വേണം, ഇതൊന്ന് മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ തൽക്കാലം അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരേ ടൈം തന്നെയായിരിക്കും എപ്പോൾ ഉണ്ടാവാൻ. ഇതിപ്പോൾ നമുക്ക് ആ ഒരു എലമെൻറ്റ്സൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു മിനിറ്റ് സൂചി അടിയിൽ വെക്കുക. എന്നിട്ട് അത് നമുക്ക് എവിടെയാണോ നേരെ നോക്കി നിൽക്കേണ്ടത് ആ ഒരു രീതിയിൽ വെച്ചിട്ട് ഒട്ടിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ മണിക്കൂർ സൂചി വെച്ചിട്ട് നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് അത് ഇതേപോലെ വെച്ച് ഒട്ടിക്കാം. അപ്പം ഞാനിവിടെ 11 മണിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈം 11 മണി 12 മണി അങ്ങനെയൊന്നും വേണമെന്നില്ല, എന്ത് ടൈം വേണമെങ്കിലും ആക്കാലോ, ക്ലോക്കല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആ ഒരു സൂചികളൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. നമ്മുടെ ക്ലോക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂവ് ചെയ്യുന്ന പോലെയും ഉണ്ടാക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ മുട്ട സൂചിയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ ഒട്ടിക്കുന്നതിന് പകരം ആ ഒരു സെൻറ്ററിൽ അതിങ്ങനെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ തൽക്കാലം അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇതിന് മാറ്റമൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്നും പറയാറുള്ളത് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.